മൂക്ക് കടിച്ചിട്ട് വെക്കും. ശ്രീമദ് ഭാഗവതം തുടങ്ങുന്നത് തന്നെ സൂത ശൗനക സംവാദ രൂപേണയാണ്. ഇത് തുടങ്ങുന്നത് സത്യത്തെ അന്വേഷിക്കാം, അല്ലെ സത്യത്തെ കണ്ടുപിടിക്കാം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തുടങ്ങി സത്യത്തെ കണ്ടുപിടിച്ചുകൊണ്ട് അവസാനിക്കുന്നതാണ് ഭാഗവതം. ഏതൊരു ലക്ഷ്യത്തിലേക്കാണോ പുറപ്പെട്ടത് ആ ലക്ഷ്യത്തെ നിറവേറ്റാൻ അല്ലെ നിറവേറ്റിക്കൊണ്ടാണ് ഭാഗവതം അവസാനിക്കുന്നത്. ഒന്നാം ദിവസം സത്യത്തെ അന്വേഷിക്കാമെന്ന് പറഞ്ഞു തുടങ്ങി. ഏഴാം ദിവസം സത്യത്തെ കണ്ടുപിടിച്ചുകൊണ്ട് അവസാനിക്കുക. ശ്രീ വേദവ്യാസമുനി ശ്രീ ഭാഗവതം എഴുതി തന്റെ പുത്രനായിരിക്കുന്ന ശ്രീ ശുകബ്രഹ്മർഷിക്ക് പഠിപ്പിച്ചു കൊടുത്ത് അത് പരീക്ഷിത്ത് മഹാരാജാവ് ശ്രവിച്ച് ജീവൻ മുക്ത അവസ്ഥയിലേക്ക് എത്തിച്ചതാണ് ഭാഗവതം. ഓരോ മനുഷ്യജന്മത്തിന്റെയും പരമമായിരിക്കുന്ന ലക്ഷ്യം ആ മുക്താവസ്ഥയിലേക്ക് എത്തുക, മോക്ഷത്തിലേക്ക് എത്തുക എന്നതാണെങ്കിലും എന്തുകൊണ്ടോ ഒരു മനുഷ്യജന്മം കിട്ടിയിട്ട് വിവേചന ബോധമുണ്ടായിട്ടും അല്ലെങ്കിൽ മനനം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാതെ പ്രാപഞ്ചികമായിരിക്കുന്ന വിഷയങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ഈ ജന്മം വൃദ്ധാവിലാക്കി കളയുകയാണ് ഓരോ മനുഷ്യ ജന്മങ്ങളും. ഈ പ്രാപഞ്ചികമായിരിക്കുന്ന വിഷയങ്ങളൊക്കെ ഏത് നിമിഷം വേണമെങ്കിലും നശിക്കുന്നതാണ് എന്ന ബോധം നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നുണ്ട് എങ്കിലും എന്നിട്ടും നമ്മളെല്ലാം പായണത് ഈ പ്രാപഞ്ചികമായ വിഷയത്തിന്റെ പിന്നാലെയാണ്. ചില ആൾക്കാര് അത് കുറേയൊക്കെ നേടിയെടുക്കും, അതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകും. ചില ആൾക്കാർ അത് നേടാതെ പോകും. രണ്ടായാലും പോകും എന്നതുള്ളത് ഉറപ്പാണ്, യാതൊരു സംശയമില്ല. നേടിയാലും പോകും, നേടിയില്ലെങ്കിലും പോകും. അപ്പൊ ഇവിടെ നിന്ന് യാത്രയാവുന്നതിന് മുൻപ് കിട്ടിയ ഈ മനുഷ്യജന്മത്തെ എങ്ങനെ വിനിയോഗിച്ചുകൊണ്ട് ഈ ജന്മം ശ്രേഷ്ഠമാക്കാം, ഇനി ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള അവസ്ഥ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ച് ഭംഗിയായ രീതിയിൽ ഈ മനുഷ്യജന്മത്തിൽ ചിന്തിച്ച് അതിനു വേണ്ടതായിരിക്കുന്ന പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് മുന്നേറുക എന്നതാണ് പ്രധാനം. തുച്ഛമായിരിക്കുന്ന ഈ ജീവിത വേളയിൽ ആ ജീവിതത്തെ ആസ്വാദ്യകരമാക്കാൻ, അല്ലെങ്കിൽ ആ ജീവിതത്തിന് വേണ്ടതായിരിക്കുന്ന ആനന്ദത്തെ നൽകാൻ എന്താണ് ഉപാധി? ഇതാണ് ഭാഗവതത്തിന്റെ വിഷയം. ആനന്ദം അനുഭവിക്കുക എന്നതാണ് പരമപ്രധാനമായിരിക്കുന്ന ലക്ഷ്യം. നമ്മളൊക്കെ സുഖം തേടി പോകുന്നവരാണ്. തേടിപ്പോയി ചിലത് കുറച്ചു നേരത്തേക്ക് സുഖം തന്നാൽ അത് പിന്നീടത് ദുഃഖപൂർണമായിരിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. ആ ദുഃഖപൂർണമായിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് വീണ്ടും അതേ വിഷയത്തെ ആശ്രയിച്ച് സുഖമാണ് എന്ന് കരുതിപ്പോയി ആശ്രയിക്കുന്നത് വീണ്ടും അതിന് ഇരട്ടി ദുഃഖമാണ് നൽകുക. ധനം സമ്പാദിച്ചാൽ സുഖമായി എന്ന് വിചാരിക്കുമ്പോൾ ആ ധനം നൽകുന്നത് അത്യന്തികമായ ദുഃഖമാണ്.
കഴിക്കാൻ ആഹാരം ഇഷ്ടം പോലെ ഉണ്ടായാൽ സുഖം കിട്ടും എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ വിശപ്പ് മാറിയാൽ സുഖമാകും എന്ന് വിചാരിക്കും. പക്ഷേ കുറച്ചു കഴിയുമ്പോൾ വീണ്ടും ആ വിശപ്പ് എന്ന അവസ്ഥ വരും, അവിടെ ദുഃഖമുണ്ടാവും. അങ്ങനെ ഏതൊന്നെടുത്താലും ശരി തന്നെ ഈ പ്രാപഞ്ചികമായിരിക്കുന്ന വസ്തുക്കളിലെല്ലാം അല്ലെങ്കിൽ വിഷയങ്ങളിലെല്ലാം കിട്ടുന്നത് അവസാനം ദുഃഖമാണ്. അപ്പൊ ദുഃഖമില്ലാതെ ഇരിക്കാനുള്ള അവസ്ഥ അതെവിടെയാണ് ലഭിക്കുക? അതെവിടെയാണോ ഉള്ളത് അവിടെ ചെന്നാലേ കിട്ടും. അത് പരമാനന്ദമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ ആശ്രയിക്കുമ്പോൾ മാത്രമേ ആനന്ദത്തെ അനുഭവിക്കാനായിട്ട് സാധ്യമാവുള്ളൂ. ഈ പ്രാപഞ്ചികമായിരിക്കുന്ന വിഷയങ്ങൾ എന്ന് ത്യജിക്കാൻ നമുക്ക് കഴിയുന്നു, അപ്പോൾ മാത്രമാണ് സുഖത്തെ അനുഭവിക്കാൻ കഴിയുക. ത്യാഗം ചെയ്യുന്നവനാണ് സുഖം. ത്യാഗം ചെയ്യാത്തവർക്ക് ജീവിതത്തിൽ ആനന്ദം അനുഭവിക്കാൻ സാധ്യമാവില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഗുരുക്കന്മാരെല്ലാം എല്ലാം ത്യജിച്ചുകൊണ്ട് ആനന്ദത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആനന്ദത്തെ അനുഭവിക്കാൻ വേണ്ടി എല്ലാം ത്യജിച്ച് ഒന്നിനോടും യാതൊരുവിധമായ മമത്വവും ഇല്ലാതെ, ഒന്നും തൻ്റേതാണ് എന്ന അവകാശവാദം ഉന്നയിച്ച് എടുത്തു വെക്കാതെ, തൻ്റെ ജീവൻ പോലും ശരീരം പോലും ഈ പ്രാപഞ്ചികത്തിന് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചപ്പോൾ അവര് ആനന്ദത്തെ അനുഭവിച്ചു. നമ്മൾ ഈ ശരീരം എൻ്റേതാണെന്ന് പറയുകയും കാണുന്നതെല്ലാം എൻ്റേതെന്ന് പറഞ്ഞ് പിടിച്ചു വെക്കുകയും ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ദുഃഖവും അനുഭവിക്കുന്നു. അപ്പൊ ഈ അവസ്ഥയ്ക്കൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ എന്താണ് ഉപാധി? അതിനാണ് ഭാഗവതത്തെ പഠിച്ചേ മതിയാവൂ എന്ന് പറയുന്നതിന്റെ കാരണം. പരമമായിരിക്കുന്ന ആനന്ദത്തെ അനുഭവിക്കുക. ശ്രീമദ് ഭാഗവതം തുടങ്ങുന്നത് സൂത ശൗനക സംവാദ രൂപേണയാണ്. ശൗനകാദി മഹർഷിമാർ നടത്തുന്ന യാഗശാലയിലേക്ക് കടന്നു വരുന്ന സൂതന് അദ്ദേഹത്തെ വേണ്ടും വണ്ണം സ്വീകരിച്ച് ആനയിച്ച് അവിടെ ഇരുത്തി. ഈ യാഗം നടത്തുന്നത് നൈമിഷാരണ്യത്തിലാണ്. കലി ബാധിക്കാതെ യാഗം നടത്താൻ പറ്റിയ ഇടമാണ് നൈമിഷാരണ്യം എന്ന് ശൗനകാദി മഹർഷിമാർ കണ്ടെത്തിയപ്പോൾ അവിടെ തുടങ്ങിയ 1000 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന യാഗം അവിടേക്കാണ് സൂത പൗരാണികൻ കടന്നു വരുന്നതും. അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിച്ച് ഇരുത്തിക്കൊണ്ട് ചോദിച്ചു, അങ്ങ് വ്യാസന്റെ ശിഷ്യന്മാരിൽ അതിശ്രേഷ്ഠനാണ്. സൂതൻ എന്ന് പറയുമ്പോൾ 2 തരത്തിലാണ് സൂതനെ ചിന്തിക്കുക. ഒന്ന് തേരാളി എന്നൊരു ഇതുണ്ട്, ഒന്ന് ഭഗവത് കഥകളെ പറഞ്ഞു നടക്കുന്നവരെ വിളിക്കുന്ന പേരാണ് സൂതൻ. ഞങ്ങളൊക്കെ സൂതന്മാരാണ്. ഭഗവാന്റെ കഥകൾ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് കൊണ്ട് ഞങ്ങളൊക്കെ സൂതന്മാരുടെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോ ആ ഭഗവാന്റെ കഥകള് യാഗശാലകൾ തോറും പറഞ്ഞു നടക്കുന്ന ആളാണ്. അവിടെ ക്ഷണിക്കാറൊന്നും ഇല്ലാന്ന് മാത്രം. ഞങ്ങളെ ക്ഷണിച്ചാലേ വരും, സൂതനെ ക്ഷണിക്കണ്ട. അത്രയ്ക്കൊരു വ്യത്യാസമുണ്ട്. എവിടെ യാഗം നടന്നാലും ഭഗവത് കഥകൾ കേൾക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അവിടെ ചെന്നിരുന്ന് ഭഗവത് കഥകൾ പറയുക. പിന്നെ ചെറിയ വ്യത്യാസമുണ്ട്. ഞങ്ങൾക്ക് 7-ാം ദിവസം കാശ് തരണം, സൂതന് കാശ് കൊടുക്കണ്ട. ഇങ്ങനെ 1-2 ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ എങ്കിലും ഭഗവത് കഥകൾ പറഞ്ഞു നടക്കണവരായതുകൊണ്ട് സൂതൻ എന്ന വിഭാഗത്തിലാണ് ഞങ്ങളും പെടുക. അപ്പൊ എന്തായാലും അങ്ങനെ വന്ന സൂത പൗരാണികനെ ശ്രേഷ്ഠമായ പീഠത്തിൽ സ്വീകരിച്ച് ആനയിച്ച് വേണ്ടും വിധം ഉപചാരം നൽകിയിരുത്തി. എന്നിട്ട് പറഞ്ഞു, ഹേ സൂത, അങ്ങ് വ്യാസന്റെ ശിഷ്യന്മാരിൽ വളരെ പ്രധാനിയാണ്. ശുകൻ കഴിഞ്ഞാൽ പിന്നെ സൂത പൗരാണികനാണ് ശ്രേഷ്ഠൻ. കാരണം 18 പുരാണങ്ങളും പഠിച്ച് വേദങ്ങളൊക്കെ അഭ്യസിച്ച് ഇങ്ങനെ കഥ പറഞ്ഞ് നടക്കണം. അപ്പൊ അങ്ങ് വന്നത് നന്നായി. എന്താ കാരണം, ഞങ്ങളിങ്ങനെ ഈ നടക്കുന്ന യാഗത്തിന്റെ ഇടസമയങ്ങളില് സമയം വെറുതെ പാഴാക്കി കളയാതിരിക്കാൻ എന്താണ് ഉള്ളതെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് അങ്ങ് കയറി വന്നത്. അത് വളരെ നന്നായി. അതുകൊണ്ട് ഈശ്വരീയമായ കഥകൾ കേൾക്കാൻ അത്യധികം താല്പര്യമുണ്ട് ഞങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട്
ഞങ്ങൾ ഒരുപാട് യാഗങ്ങളൊക്കെ ചെയ്തു. എന്തിനാ ചെയ്തതെന്ന് ചോദിച്ചാൽ സ്വർഗം കിട്ടാനാണെന്ന്. യാഗങ്ങൾ ചെയ്യുന്നത് സ്വർഗം കിട്ടാനാണ്. നമ്മൾ വല്ലതൊക്കെ ചെയ്യുന്നത് എന്ത് കിട്ടാനാണ്? നമുക്ക് എവിടെ പോകാനാ ഇഷ്ടം? ഞാൻ പറയുന്നത് മനസ്സിലാവാതെ തിരിയാതെ വരുന്നുണ്ടോ? ഉണ്ടോ? ഇല്ലേ? നമ്മളെവിടെ പോകാനാ? നമുക്ക് എവിടെ പോകാനാ ഇഷ്ടം? സ്വർഗത്തിൽ പോകാനാ. പോകും തോന്നുന്നുണ്ടോ? ഉണ്ടോ? പോകുന്നില്ല, ഉറപ്പിച്ചു. കാരണം അങ്ങനെ ഒരു രണ്ടാലല്ലേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെങ്കിലല്ലേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സ്ഥലം ഇല്ലേ, സ്വർഗം ഇല്ല. സ്വർഗം എവിടെയാ? ഇവിടെ തന്നെ. അമ്മയുടെ മകൻ അമ്മയെ ഭംഗിയായിട്ട് നോക്കുന്നുണ്ട്, അമ്മയുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുന്നുണ്ട്, അമ്മയ്ക്ക് മനസ്സിന് സന്തോഷമുണ്ട്. അമ്മ സ്വർഗത്തില്. അമ്മയുടെ മകൻ അമ്മയെ നോക്കണില്ല, അമ്മയ്ക്ക് വെള്ളവും ചുമന്നേരെ തരുന്നില്ല, മനസമാധാനം തരുന്നില്ലെങ്കിൽ അമ്മ നരകത്തില്ല. ഇപ്പൊ ഇതിൽ എവിടെ ഇരിക്കുന്നേ? ഇപ്പൊ സ്വർഗത്തില. ഇനി മേളിലൂടെ പോണോ? അത് ഞാൻ ചോദിച്ചില്ല. ഞാനത് അതുകൊണ്ടാണോ പറഞ്ഞത് സ്വർഗത്തിലാന്ന് പറഞ്ഞത്? അടുത്തിരുന്നോണ്ടാണോ? നാരായണ. നമ്മുടെ ജീവിതത്തിൽ നാം സുഖാനുഭൂതിയിലാണ് എങ്കിൽ നാം സ്വർഗത്തിലാണ്. യാതനാപൂർണമായ ജീവിതമാണ് അനുഭവിക്കുന്നതെങ്കിൽ അത് നരകത്തിലാണ്. അല്ല, സ്വർഗ നരകാദികൾ വേറെയില്ല. അവനവൻ ചെയ്യണ കർമ്മത്തിന്റെ ഫലത്തെ അനുഭവിക്കുന്നത് നന്നെങ്കിൽ സുഖം, മോശമെങ്കിൽ നരകം. അതുകൊണ്ട് ആ വീട്ടിൽ കുത്തിയിരുന്ന് പറയാറില്ലേ, നരകത്തിൽ തന്നെ ആരോടാ പറയണേ? വൈക്കത്ത് വാഴുന്ന ശിവനോട്. പുള്ളിക്ക് വേറെ ഒരു പണിയില്ല, നമ്മളെ നരകത്തിൽ നിന്ന് കേട്ടില്ല പണി. എവിടെ ഇരുന്നോണ്ടാ പറയണേ? സ്വന്തം വീട്ടിൽ ഇരുന്നോണ്ടാ പറയണേ അല്ലേ? അവിടെ താമസിക്കണത് ആരാ? ശിവനാന്നോ? ആണോ? നമ്മളല്ലേ? അപ്പൊ അവിടെ നരകമാക്കിയത് ആരാ? നമ്മളാ. പിന്നെ ശിവനോട് പറയാൻ വന്നാൽ ഞാൻ അങ്ങനെ വരുമോ കൊണ്ടുപോകാൻ? അപ്പൊ നമ്മുടെ ഗൃഹത്തെ സ്വർഗമാക്കേണ്ടതും നരകത്തിൽ നിന്ന് സ്വയം രക്ഷപ്പെടാനുള്ള ഉപാധിയും നമ്മൾ തന്നെ കണ്ടെത്തിയേ മതിയാവൂ. അതിനുള്ള ഉപായങ്ങൾ ഇതുപോലെ ആരെങ്കിലുമൊക്കെ വന്ന് പറയുമ്പോൾ അതിനെ സ്വീകരിച്ചുകൊണ്ട് അത് നരകമാക്കാതെ ഇരിക്കാനുള്ള വഴി തേടേണ്ടത് നമ്മളല്ല. അതൊരു ശിവനും വരികയില്ല. ശിവനാവേണ്ടത് നമ്മൾ തന്നെയാണ്. എങ്കിലേ നമുക്ക് അവിടെ നിന്ന് ഉയരാൻ സാധ്യമാവുള്ളൂ. അപ്പൊ ജീവിത അനുഭവങ്ങൾ ദുഃഖപൂർണമാണെങ്കിൽ അത് നരകം, സുഖപൂർണമാണെങ്കിൽ അത് സ്വർഗം. പക്ഷെ അവിടെയുള്ള ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, ഇനിയിപ്പോ പോട്ടെ അങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞാലും അവിടെ പോയാൽ കുഴപ്പം, ചെയ്തിരിക്കുന്ന പുണ്യകർമ്മങ്ങളുടെ ഫലം ഇല്ലാതെയായി കഴിയുമ്പോൾ വീണ്ടും തിരികെ ഭൂമിയിലേക്ക് വരേണ്ടി വരും. നമ്മൾ ഭാഗവത കീർത്തനത്തിൽ ചൊല്ലാറുണ്ട്, ബഹുജന്മ ആർജിത കർമ്മം അശേഷം തിരുമുൽ കാഴ്ച നിനക്കിഹ വെച്ചൻ ജനി മരണങ്ങൾ എനിക്കിനി വേണ്ട. ജനിയും മൃതിയും എനിക്ക് വേണ്ട. എന്താ കാര്യം? ജനിച്ചാൽ മരണമുറപ്പ്, മരിച്ചാൽ ജനനമുറപ്പ്, രണ്ടായാലും ദുഃഖമുറപ്പ്. ശരീരത്തെ സ്വീകരിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ജീവിയായിട്ട് എങ്കിൽ ദുഃഖമല്ലാതെ മറ്റൊന്നും ഈ പ്രപഞ്ചത്തിലില്ല. നമ്മുടെ ജീവിതം തന്നെ നോക്കൂ. നമ്മൾ ഇത്രയും കാലം ഇവിടെ ജീവിച്ചു എന്ന് അവകാശപ്പെടുന്നവരാ അല്ലേ? ശരിക്കും ജീവിക്കുമായിരുന്നു അല്ലേ? ജീവിക്കുമായിരുന്നു അതോ മരിക്കുമായിരുന്നു? എന്നാ ജീവിക്കല്ല, നമ്മൾ മരിക്കുക. ഓരോ സെക്കൻഡിലും നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത് മരണത്തിലേക്കാണ്. ഓരോ സെക്കൻഡും നമ്മൾ മരിക്കുക ചെയ്യും. പിന്നെ എന്താ ജീവിക്കുകയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണതിന്റെ കാരണം നമുക്ക് ഈ ലോകത്ത് ഇഷ്ടമില്ലാത്തത് ഒന്നിനേ ഉള്ളൂ.
മരണത്തെ. ആ ഇഷ്ടമില്ലാത്ത ഒരു വസ്തുവിനെ തൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ തനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ ഷഷ്ഠ്യബ്ദപൂർത്തി ആഘോഷിക്കുന്നു, സപ്തതി ആഘോഷിക്കുന്നു, നവതി ആഘോഷിക്കുന്നു, ശതാഭിഷേകം നടത്തുന്നു. കാരണം എനിക്ക് മരിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ എന്നെ തന്നെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്, ഞാൻ ജീവിക്കുക കേട്ടോ, ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ. എന്നെ ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്തെല്ലാം പ്രയോഗങ്ങൾ നടത്തുന്നത്. ഞാൻ ഉടനെയൊന്നും മരിക്കും എന്ന് ആരും പറയാറില്ല കേട്ടോ. മരിക്കാൻ കിടക്കുന്നവരോട് ചോദിക്കണം, മരിക്കാൻ പോലെ ഞാൻ ഇപ്പൊ രക്ഷപ്പെടുമെന്നേ പറയുള്ളൂ. അതിനാണ് ഡോക്ടറിൽ കുഴലെല്ലാം കുത്തി കെട്ടിക്കുന്നത്, എന്നെ രക്ഷപ്പെടുത്താനുള്ള ഉപാധിയെ ഞാൻ മരിക്കില്ല. ഊർധ്വം വലിക്കുന്നവന്റെയും ചിന്ത ഞാൻ മരിക്കില്ല എന്ന് തന്നെയാണ്. കാരണം നമുക്ക് മരിക്കാൻ ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഈ മരണഭയമാണ് നമ്മളെ ഇട്ട് വലയ്ക്കുന്നത്. എന്തുകൊണ്ട്? നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ ആര് കൊണ്ടുപോകും എന്ന ചിന്തയുള്ളതുകൊണ്ട്. എനിക്ക് കിട്ടിയ ആയുസ്സില് ഞാൻ ഈ സമ്പാദിച്ചു വെച്ചിരിക്കുന്നതൊക്കെ ആര് കൊണ്ടുപോകും? എന്റെ മക്കൾക്ക് വീതം വെച്ചു കൊടുത്തില്ലെങ്കിൽ അവർ തമ്മിൽ തല്ലുമോ? എന്റെ ഭാര്യ അല്ലെ എന്റെ ഭർത്താവ് ഞാനൊന്ന് കിടന്നാൽ എന്നെ നോക്കുമോ? എനിക്കൊരു നേരത്തെ വെള്ളം തരുമോ? ഇത്യാദിയായുള്ള ചിന്തകൾ നമ്മളെ അലട്ടി 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 ഈ ജീവിതം അങ്ങനെ അഗ്നിയിൽ ദഹിക്കുന്നത് പോലെ ദഹിച്ചുകൊണ്ടിരിക്കുക. ആർക്കെങ്കിലും ഉറപ്പുണ്ടോ മക്കൾ എന്തിന്റെ വെള്ളം തരുമെന്ന്? ഭർത്താവ് നോക്കുന്ന ഏതെങ്കിലും ഭാര്യയ്ക്ക് ഉറപ്പുണ്ടോ? ഏതെങ്കിലും ഭാര്യ തന്നെ നോക്കുന്ന ഏതെങ്കിലും ഭർത്താവിന് ഉറപ്പുണ്ടോ? ഉറപ്പ് ആർക്കൊന്നിനുമില്ല. മക്കളിൽ ഉറപ്പില്ല, ഭർത്താവിൽ ഉറപ്പില്ല, മാതാപിതാക്കളിൽ ഉറപ്പില്ല, ഭാര്യയിൽ ഉറപ്പില്ല, ബന്ധുക്കളിൽ ഉറപ്പില്ല, ആരിലും ഒരു ഉറപ്പുമില്ല. എന്നിട്ടും ഞാൻ എത്ര നേരം ഇരിക്കുമെന്ന് പോലും യാതൊരു ഗ്യാരണ്ടി ഇല്ലാഞ്ഞിട്ടും നമ്മൾ ഓരോന്നിനും ഗ്യാരണ്ടി ചോദിച്ചു വാങ്ങുന്നവരാണ്. ഒരു കടയിൽ പോയി ഒരു ഫ്രിഡ്ജ് എടുത്താൽ ആദ്യം ചോദിക്കണത് എന്താ? എത്ര വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട്? ആണല്ലോ. ഇതെടുത്തോണ്ട് പോകുന്ന വഴിക്ക് ഞാൻ വീട്ടിൽ ചെല്ലുന്ന വല്ല ഗ്യാരണ്ടി ഉണ്ടോ? ഒരു ഗ്യാരണ്ടി ഇല്ല. ഇത്തരത്തിൽ ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു ജീവിതമാണ്. എത്ര നേരം അകത്തോട്ട് പിടിക്കണ ശ്വാസം പുറത്തോട്ട് വിടാമെന്ന് യാതൊരുവിധ ഗ്യാരണ്ടി ഇല്ല. ഒരു ഗ്യാരണ്ടി ഇല്ല. എന്നിട്ടും എന്തൊക്കെയോ നേടി എന്ന അഹംഭാവത്തോടു കൂടി നടക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഞാനൊരു മഹാസംഭവമാണെന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ എന്തൊക്കെയോ ചെയ്തുകൊണ്ട് നടക്കുന്നവരാണ് നമ്മൾ. അതിന് ഈ ശരീരത്തെ ഉപാധിയാക്കിക്കൊണ്ട് നമ്മൾ മുൻപോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കണം. ആര് എന്ന ചോദ്യത്തിന് ശരീരത്തെ തൊട്ടുകൊണ്ട് ഉത്തരം പറയുന്നവരാണ് നമ്മൾ. മറ്റൊരു ജീവിയും അത് പറയാറില്ല കേട്ടോ. ആരെന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നത് എവിടത്തിലുണ്ടാ? ഞാൻ എന്ന് പറഞ്ഞിട്ട്. ഈ ശരീരത്തിൽ അഭിമാനം കൊള്ളുന്നവരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് ഈ ശരീരം വീഴാതിരിക്കാനുള്ള സർവ്വ ഉപാധികളും നമ്മൾ കണ്ടെത്താനും ശ്രമിക്കണവരാണ്. എന്റെ ശരീരത്തെ ദിവസവും നോക്കി എനിക്ക് എവിടെങ്കിലും ചുളുക്കമുണ്ടോ എന്ന് നിത്യേന നമ്മൾ കണ്ണാടിയിൽ നോക്കും, ഇല്ലേ? എന്തിനാ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കണേ? എന്റെ ശരീരത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നറിയാൻ. നമ്മൾ പൗഡർ ഇടാനും പൊട്ടുകുത്താനും ഒക്കെയാ പോണത്. പക്ഷെ ഉള്ളിന്റെ ഉള്ളുകൊണ്ട് നമ്മൾ ചിന്തിക്കണത് എന്റെ ശരീരത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തിനാ പൗഡറൊക്കെ ഇടുന്നത്? ഈ ശരീരത്തിന് യാതൊരുവിധ കുഴപ്പവും ഇല്ല എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? വർണ്ണങ്ങളായ വസ്ത്രം ഉടുക്കണത് എന്തിനാ? അതും അതിനു വേണ്ടിയിട്ടാ. ഈ ശരീരത്തിന്റെ അഴക് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്തു നിന്ന് ഈ ചൈതന്യം വിട്ടുപോയി കഴിഞ്ഞാൽ 24 മണിക്കൂർ പോലും കൃത്രിമമായിട്ട് എന്തെങ്കിലും ഇല്ലാതെ ഇരിക്കാത്ത ഈ ശരീരം ഇനി ജീവിച്ചിരിക്കെ തന്നെ കുറച്ചു നേരം ശരീരം ഒന്ന് ഉയർത്താൽ സ്വയം തനിക്ക് നാറുന്ന ഈ ശരീരം, മൊബൈൽ സെപ്റ്റിക് ടാങ്കും കൊണ്ട് നടക്കുന്ന നമ്മള്
ആ മൊബൈൽ സെപ്റ്റിക് ടാങ്കിലെ നാറ്റം മാറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പ്രയോഗങ്ങൾ ചെയ്ത് അതിൽ സുഖം കണ്ടെത്തുന്നവരാണ് ഇല്ലേ? നമ്മുടെ ശരിക്കും മൊബൈൽ സെപ്റ്റിക് ടാങ്ക. അത് ചുമന്നുകൊണ്ടാണ് നമ്മളെ നടക്കുന്നത്. മഹത്തരമാണ് ഈ സാധനം എന്ന് വർണ്ണപ്പോയിട്ടില്ല. എന്താ പറയാ, പ്രസന്റേഷൻ കൊടുക്കാൻ ഇച്ചിരി ഇല്ലാത്ത ഒരു സാധനം മേടിച്ചിട്ട് അത് വർണ്ണ ബില്ല് കവർ ഇതിനകത്താക്കി പെട്ടിക്കകത്താക്കി വർണ്ണ പേപ്പർ ഇട്ട് പൊതിഞ്ഞു കൊണ്ടിരുന്ന് പ്രസന്റേഷൻ കൊടുക്കുന്ന പോലെ പൊതിഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടെ. അതുകൊണ്ടാണ് എന്തെല്ലാം തരത്തിൽ മറ്റുള്ളവരുടെ മുൻപിൽ എൻ്റെ ശരീരത്തെ ഞാൻ പ്രദർശിപ്പിക്കാൻ കഴിയുമോ ആ വിധത്തിലെല്ലാം പ്രദർശിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ അംഗീകാരത്തെ നേടാൻ ശ്രമിക്കണം. അതുകൊണ്ടാണ് ഒരു സെക്കൻഡ് കൊണ്ട് നിലച്ചു പോകുന്ന ഈ ശരീരം, ആ ശരീരത്തെ നിലനിർത്തിക്കൊണ്ട് ഞാൻ എന്ന് സംബോധന ചെയ്തുകൊണ്ട് തുടങ്ങുന്ന നമ്മുടെ ജീവിതം ചിന്തിച്ചു നോക്കാം, എവിടെയാണ് ചെന്നെത്തുന്നത്? ഈ പ്രപഞ്ചത്തില് നാം ജീവിച്ചിരുന്നു എന്നതിന് എന്തെങ്കിലും തെളിവുണ്ട്? ഒരു തെളിവുമില്ലാതെയാണ് നമ്മൾ ഇവിടുന്ന് പോണത്. ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു എന്ന് 1 or 2 തലമുറ കഴിഞ്ഞാൽ ഓർക്കുക പോലുമില്ല. അതിന് തക്കതായിട്ട് എന്തെങ്കിലും നമ്മൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. മക്കൾ പോലും ചിലപ്പോൾ 16 കഴിയുന്നതിന് മുമ്പേ വലിച്ചു വാരി എവിടെയെങ്കിലും വെള്ളത്തിൽ കലക്കി കളഞ്ഞിട്ട് ലീവില്ലാത്ത മക്കൾ അടുത്ത ഫ്ലൈറ്റിൽ കയറി പിന്നെ അവര് ചിലപ്പോൾ ഈ നാട്ടിലേക്ക് വന്നെങ്കിലായി വന്നില്ലെങ്കിലായി അവരുടെ മക്കൾക്ക് ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കൊടുത്തെങ്കിലായി, പറഞ്ഞു കൊടുത്തില്ലെങ്കിലും. കാരണം ആ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അച്ഛനോ അമ്മയോ അപ്പൂപ്പനോ അമ്മൂമ്മയോ വേണ്ടതൊന്നും വേണ്ടവണ്ണം സമ്പാദിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ അവർക്ക് ഓർക്കാൻ യാതൊന്നും കൂടെ ഉണ്ടാകില്ല. സമയം 3 ഏക്കർ വസ്തു 3 നില കെട്ടിടവും മേടിച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ മോന്. ഞാൻ ഒരു കാര്യവുമില്ല. നാളെ അത് വിറ്റേച്ച് പോയി കഴിഞ്ഞാൽ അവൻ്റെ ഓർമ്മ അതിൽ നശിച്ചു, അല്ലേ? അതിൽ തീർന്നു, അല്ലേ? ആരറിയുന്നുണ്ട്? പിന്നെ ആരും അറിയില്ല. പിന്നെ പണ്ടെല്ലാം മുന്നാധാരമൊക്കെ തപ്പി വരുമ്പോ തെക്കേ കൊട്ടാരത്തിലെ ഗോമതിയുടെ മോള് ശാന്തമ്മയുടെ വകയായിരുന്നു എന്നൊക്കെ മുന്നാധാരത്തിൽ വല്ലതും വന്നെങ്കിലായി, അന്നേരം ആരെങ്കിലും ഓർത്തെങ്കിലായി, അല്ലേ? അപ്പൊ ഈ ജീവിതത്തിൽ എന്താ അർത്ഥമാണ്? ഒരു മനുഷ്യജന്മം കിട്ടിയിട്ട് ഇതിനെ വെറും പുഴുവിനെ പോലെ ജീവിച്ച് ഈ മണ്ണിൽ ഒടുങ്ങിത്തീരുന്നല്ലാതെ എന്ത് നേടി നമ്മള്? ഇത്രയും കാലം ജീവിച്ചിട്ട് എന്താ നേട്ടം എന്ന് ചോദിച്ചാൽ എന്തുണ്ട് നമുക്ക് എടുത്തു കൊടുക്കാൻ, അല്ലെ കാണിക്കാൻ? യാതൊന്നുമില്ല. ഇത്ര കാലം ജോലി ചെയ്തു, ഇന്ന പൊസിഷനിൽ ഇരുന്ന ആളാണ്, എന്ത് പ്രയോജനം? ഇത്ര പെൻഷൻ വാങ്ങണുണ്ടല്ലോ ഞാൻ, അതിലൊരർത്ഥവും ഇല്ല. അർഹതപ്പെട്ടതാണോ എന്ന് ചിന്തിച്ചാൽ അതുപോലും അർഹതപ്പെട്ടതല്ല. നമുക്ക് പെൻഷൻ പോലും നമുക്ക് അർഹതപ്പെട്ടതല്ല സത്യത്തിൽ. ആണോ? ജോലി ചെയ്യുന്ന കാലത്ത് ശമ്പളം കൃത്യമായി മേടിച്ച ഒരാൾക്ക് പിന്നെ എന്ത് അർഹതയുള്ള പെൻഷൻ വാങ്ങാൻ? ഉണ്ടോ? ഞാൻ ജോലി ചെയ്യുന്നതിന്റെ ഒരവകാശമില്ല അതിനകത്ത്. ചെയ്ത കാലത്ത് ശമ്പളം ഭംഗിയായിട്ട് മേടിച്ചിട്ടുണ്ട്. പിന്നെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് പെൻഷൻ വാങ്ങാൻ എന്ത് അവകാശമാണ്? ഒരവകാശമില്ല. അങ്ങനെയാണെങ്കിൽ ഈ ജനവിഭാഗങ്ങൾക്കെല്ലാം അതുപോലെ പെൻഷൻ വാങ്ങാനുള്ള അവകാശമുണ്ട്. ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ അവരുടേതായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ്. കർഷകൻ അവൻ നെല്ലുണ്ടാക്കുന്നുണ്ട്, അത് വിളയിക്കുന്നുണ്ട്, അത് അരിയാക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അവനെന്ത് മനുഷ്യനായിട്ടേ ഉണ്ടോ? ചിന്തിക്കണ്ടേ? അപ്പൊ ഈ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി എന്ന് പറഞ്ഞു പോകുന്നല്ലാതെ നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇന്നത് ചെയ്തു എന്ന് കാണിച്ചു കൊടുക്കാൻ വരും തലമുറകൾക്കൊന്നും നിശ്ചയില്ല. പിന്നെ ഇവിടെ തൂക്കിയേക്കുന്ന പോലെ കുറെ ബോർഡുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തുരുപ്പെടുത്ത് പോകുന്നത് വരെ ആരെങ്കിലുമൊക്കെ കണ്ടു എന്ന് വരാം. അതും 10 പേരിൽ കൂടുതൽ ആർക്കും ഇന്ന ആളാണെന്നുള്ളത് അറിയത്തും ഇല്ല. ഓ, ഇവിടെ തൂക്കിയിരിക്കുന്ന ബോർഡ് നോക്കിയിട്ട് ഇത് ആരാന്ന് എനിക്കറിയാൻ പറ്റുമോ?
വന്ന് കാണുന്ന ഞാനൊരു പേര് കണ്ടു, നോക്കി കഴിഞ്ഞു വിട്ടേച്ചു പോയി. ഇവിടെ വരുന്നതിൽ എത്ര പേർക്ക് അറിയാൻ പറ്റും ആ ആൾ ആരാന്ന് വല്ല നിശ്ചയമുണ്ടോ? ഒരു നിശ്ചയമില്ല. അപ്പൊ പിന്നെ അതിൽ എന്താ അർത്ഥമാണ്? ഞാൻ പറയണത് കേട്ടുന്നുണ്ടോ? ഇവിടെ ആണോ എല്ലാരും? ഉറങ്ങുവാണോ? അപ്പൊ ഈ ജീവിതം വെറുതെ വൃഥാവിൽ കളയാം എന്നുള്ളതല്ലാതെ യാതൊന്നുമില്ല എന്ന് ആണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് ഈ ജീവിതം വൃഥാവിലാക്കി കളയാനുള്ളതല്ല. അപ്പൊ ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള ഉപാധി എന്തുണ്ട്? വന്നാൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചാൽ ദുഃഖമല്ലാതെ മറ്റൊന്നും ഈ ജന്മത്തല്ലേ, മനുഷ്യജന്മമായാലും മൃഗജന്മമായാലും ഏത് ജന്മമായാലും ശരി, ദുഃഖമല്ലാതെ മറ്റൊന്നും ഇവിടെ കിട്ടാനില്ല. അതുകൊണ്ട് നിത്യമായിരിക്കുന്ന ആനന്ദത്തിലേക്ക് ലയിക്കലാണ് ആവശ്യം. അങ്ങനെ വന്നാൽ പിന്നെ ഇങ്ങോട്ട് വരേണ്ടതായിട്ടില്ല. അതുകൊണ്ട് ഭാഗവതത്തെ ഭംഗിയായി പഠിച്ചാൽ ഈ മനുഷ്യജന്മം എങ്ങനെ നമുക്ക് മോക്ഷപ്രാപ്തിയിലേക്ക് അല്ലെ പരമമായ ആനന്ദത്തിലേക്ക് എത്തിക്കാം എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു, ഹേ സൂത പൗരാണിക, ഞങ്ങൾക്ക് പരമമായ ആനന്ദത്തെ അനുഭവിക്കാനുള്ള എന്താണ് ഉപാധി എന്ന് വെച്ചാൽ ഒരുപാട് കഥകൾ ഞങ്ങൾ കേട്ടു. പക്ഷെ അതിലൊന്നും യാതൊരു വിധമായ തൃപ്തിയും വന്നിട്ടില്ല. അതുകൊണ്ട് പരമമായ ആനന്ദത്തെ അനുഭവിക്കാനുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരൂ എന്ന് പറയുമ്പോൾ സൂത പൗരാണികൻ പറയണു, ഭാഗവതം പഠിച്ചാൽ മതി. ആനന്ദം അനുഭവിക്കാൻ ഭാഗവതം പഠിച്ചാൽ മതി. എന്താ ഈ ആനന്ദം അനുഭവിക്കാൻ, സുഖം അനുഭവിക്കാൻ എന്ന് പറഞ്ഞാൽ പോലെ? സുഖം അനുഭവിച്ചാൽ അതിന്റെ കൂടെ എന്തുകൊണ്ട്? എന്തുണ്ട്? സുഖത്തിന്റെ കൂടെ ദുഃഖമുണ്ട്. രാത്രി ഉണ്ടെങ്കിൽ എന്തുണ്ട്? പകലുണ്ട്. ഇരുട്ടുണ്ടെങ്കിൽ വെളിച്ചമുണ്ട്. പക്ഷെ ആനന്ദത്തിലൂടെ വല്ലവരും ഉണ്ടോ? ആനന്ദത്തിനൊരു ഓപ്പോസിറ്റ്. ആനന്ദത്തിലൂടെ ആനന്ദനുണ്ടെന്ന് പറയരുത്. ഞാൻ പറയാറുണ്ട്, എന്താ പേര്? ആനന്ദം. ഇരിപ്പെങ്ങനെയാ? പേര് മാത്രമേ ഉള്ളൂ ആനന്ദം. ഇരിപ്പ് കഷ്ടമാ. ഒരാനന്ദവും അതിൻ്റെ കൂടെ ഉണ്ടാവില്ല. അപ്പോ ചോദിക്കുകയാണ്, ആരാണ് ഭാഗവതം എഴുതിയത്? എന്താണ് എഴുതാനുണ്ടായ കാരണം? ആരാണിത് പഠിച്ചത്? ആരെയാണിത് പറഞ്ഞു കേൾപ്പിച്ചത്? എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ ഉണ്ടാവും. അപ്പൊ സൂതപൗരാണികൻ പറയുകയാണ്, ഭാഗവതം എഴുതിയത് ശ്രീ വേദവ്യാസമുനിയാണ്. എഴുതാനുണ്ടായ കാരണം, അദ്ദേഹം തന്റെ ആശ്രമമാകുന്ന ശമ്യാപ്രാസത്തിൽ, സരസ്വതി നദിയുടെ തീരത്തുള്ള ശമ്യാപ്രാസത്തിൽ ഇരിക്കുമ്പോൾ അവിടെ 17 പുരാണങ്ങൾ എഴുതിയിട്ടും വേദത്തെ 4ആയിട്ട് വ്യസിച്ചിട്ടും എന്തുകൊണ്ടോ മനസ്സിനൊരു സന്തോഷമുണ്ടായില്ല, മനസ്സിനൊരു സുഖം ഉണ്ടായില്ല. അതെന്തുകൊണ്ടാണ് എന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ത്രൈലോക്യ സഞ്ചാരിയായിരിക്കുന്ന നാരദമുനി അവിടേക്ക് കടന്നു വന്ന് ചോദിച്ചു, ഹേ നാരദരെ, അങ്ങ് 17 പുരാണങ്ങൾ എഴുതി വേദത്തെ 4ആയിട്ട് വ്യസിച്ചു, അറിവിന്റെ നിറകുടമാണ് അങ്ങേക്ക്, മനസ്സിനും ശരീരത്തിനും സുഖം തന്നെയല്ലേ എന്നൊരു ചോദ്യം. സാധാരണ നമ്മൾ ഒരാളെ കണ്ടാൽ ചോദിക്കുക, എന്താ ചോദിക്കുക? സുഖമാണോ എന്ന് ചോദിക്കും. പക്ഷെ നാരദൻ ഇവിടെ ചോദിക്കുന്നു, മനസ്സിനും ശരീരത്തിനും സുഖമല്ലേ? എന്താ അങ്ങനെ ഒരു ചോദ്യം? സുഖം എന്ന് പറയുന്നത്, നമ്മൾ ആരെങ്കിലും സുഖം എന്ന് പറയുമോ? നീ സുഖം എന്ന് പറഞ്ഞാലും ആ സൂവിനൊരു നീട്ടം കാണും അല്ലേ? സുഖം. അത് നമ്മുടെ ഒരായിക്ക് കുഴപ്പം. നമുക്ക് സുഖം എന്ന് പറയാനൊന്നുമില്ല. നമ്മുടെ സുഖമൊക്കെ ഞാൻ പറയാറുണ്ട്, ഈ ലഡു തിന്നുന്ന ഷുഗർ ഉള്ളവരുടെ കാര്യം പറഞ്ഞവരാ. എന്താ ഈ ഷുഗറുകാരൻ ലഡു കണ്ടാൽ കളി, മധുരം കണ്ടാൽ വേണ്ടെന്ന് വെക്കില്ല. ഓ, വീട്ടിൽ നിന്ന് കൊടുക്കാത്ത കാരണം എവിടെയെങ്കിലും പോയി ആരെയും കാണാതെ കഴിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരാളൊരു കല്യാണത്തിനെല്ലാം പോയ ലഡു കിട്ടിയാ വിടുവോ? ഇല്ല, എടുക്കും. കഴിക്കാൻ തുടങ്ങുമ്പോൾ എന്താ ആലോചിക്കുക? എന്തായാലും ഇത് കഴിയുമ്പോൾ ഒരു ഗുളിക കഴിക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെ കൂടെ ഒരു ഗുളികയും കൂടെ കഴിച്ചാൽ
എന്തിന്റെ കേട് മാറും? ലഡുവിന്റെ കേടങ്ങ് പോകുമെന്ന ധാരണയിലാണ് കഴിക്കുന്നത്. പക്ഷെ കഴിച്ചുടനെ തന്നെ ലഡുവിടെ താഴെ പോയി നോക്കുക, ഷുഗർ കൂടി. വേഗം എടുത്ത് നമ്മൾ എവിടെ കൊണ്ടുപോകും? അടുത്ത സൂപ്പർ സ്പെഷ്യാലിറ്റി കൊണ്ടുപോകും അല്ലേ? ചെന്ന ഉടനെ അവരെ എങ്ങോട്ട് കയറ്റും? നിന്നെ ഞാൻ കണ്ടോളാന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് കയറ്റും അല്ലേ? മനസ്സിലായില്ലേ? ഐ സി യു അവിടോട്ട് കയറ്റി അവരെന്താ ചെയ്യുക? ആദ്യം എത്ര ദ്വാരമുണ്ടോ അത്രയും ദ്വാരത്തിൽ ഓരോ കുഴലും കുത്തി കയറ്റും. 2 ദിവസം അവിടെ ഇറങ്ങി വന്നു കഴിയുമ്പോൾ ഒരു 1.25 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപയായി എന്ന് വിചാരിക്കാം. അടുത്ത പ്രാവശ്യം ലഡു കാണുമ്പോൾ എന്തായിരിക്കും ആദ്യം ഓർമ്മ വരിക? കഴിഞ്ഞ പ്രാവശ്യം എത്ര പോയി? 1.25 പോയി. എന്നാലും ലഡു വേണ്ടെന്ന് നോക്കുമോ? അന്നൊരെണ്ണം മുഴുവൻ കഴിച്ചുകൊണ്ടായിരിക്കും കൂടി അവർക്ക് ഇത്തവണ എന്തോ ചെയ്യാം, പകുതി കഴിക്കാം എന്ന് വിചാരിക്കും. ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മുടെ സുഖം ഇത്രയേ ഉള്ളൂ. ആ ലഡു താഴോട്ട് ഇറങ്ങി പോകുന്നത് വരെയുള്ള സുഖം എന്തുണ്ടോ അത്രയും സുഖമേ നമുക്കുള്ളൂ. അത് കഴിഞ്ഞാൽ കിട്ടണത് മുഴുവൻ ദുഃഖം. അതുകൊണ്ട് അറിയാം, 1 മിനിറ്റ് സുഖം അനുഭവിച്ചെങ്കിൽ 3 മിനിറ്റ് ദുഃഖം ഉറപ്പാണ്. സുഖത്തിന്റെ ഇരട്ടിക്കരട്ടിയാണ് ദുഃഖം ഉണ്ടാകുക. നമ്മുടെ ജീവിതത്തിൽ അതാണ്. നമുക്ക് സുഖമുണ്ട് എന്ന് തീർത്ത് പറയാൻ പറ്റാതെ. കാരണം എന്താ? മനസ്സിനും സുഖമില്ല, ശരീരത്തിനും സുഖമില്ല. ഉണ്ടോ? രണ്ടിനും നമുക്ക് എന്തില്ല? സുഖമില്ല. ഇനി പോട്ടെ, ഏതെങ്കിലും ഒന്നിന് സുഖമുണ്ടെന്ന് വെച്ചാൽ ഒന്നിന് സുഖം ഉണ്ടാവില്ല. ഒന്നുകിൽ ശരീരത്തിന് സുഖം കാണില്ല, അല്ലെങ്കിൽ മനസ്സിന് സുഖം കാണില്ല. ഇത് രണ്ടും കൂടെ സുഖമായി വരുമ്പോഴാണ് ഒരു സുഖം എന്ന് പറയാൻ പറ്റണത്. അതുകൊണ്ടാണ് ചോദിച്ചത്, മനസ്സിനും ശരീരത്തിനും സുഖം തന്നെയല്ലേ? ആ 2 സുഖങ്ങളും ഒരുപോലെ അനുഭവിക്കുമ്പോൾ മാത്രമേ അതിനെ സുഖം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റൂ. വ്യാസർഷി പറഞ്ഞു, ഹേ നാരദമുനെ, അങ്ങ് പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് മനസ്സിനൊരു സുഖമില്ല, ഒരു തൃപ്തിയില്ല. കാരണം എന്ത് ചെയ്താലും അതിനെന്ത് വേണം? ഒരു തൃപ്തി വേണം. അതെവിടെ തൃപ്തി ഉണ്ടാവണ്ടേ? മനസ്സിനൊരു തൃപ്തി ഉണ്ടാവും. നമ്മൾ ഏത് കാര്യം ചെയ്യണതും എന്തിനെ തൃപ്തിപ്പെടുത്താനാ? മനസ്സിനെ തൃപ്തിപ്പെടുത്താനാ. ആഹാരം കഴിച്ചിട്ടും പറയുന്നത് എന്താ? ഇപ്പോഴാ മനസ്സിനൊരു തൃപ്തിയായത് ഇല്ലേ? ഏത് കർമ്മം ചെയ്താലും ആദ്യം ആ ചെയ്യുന്നവന്റെ മനസ്സിനൊരു തൃപ്തി ഉണ്ടാകുക എന്നതാണ് പരമപ്രധാനം. അതിനുവേണ്ടിയാണ് എല്ലാവരും ചെയ്യുന്നത്. ഞാനിവിടെ ഇരുന്ന് പറയുന്നത് എന്തിനാ? നിങ്ങളെ സൂചിപ്പിക്കാനാണോ? അല്ല, എൻ്റെ മനസ്സിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഒരാളെ ഉള്ളുവെങ്കിലും ഞാൻ പറയും. എന്തിനാ? എൻ്റെ മനസ്സിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. ആ എൻ്റെ മനസ്സിന്റെ തൃപ്തി ഉണ്ടായാലേ ആ തൃപ്തിയുടെ ഒരംശത്തെ ആർക്ക് തരാൻ പറ്റുമോ? നിങ്ങളിലേക്ക് പകർന്നു തരാനായിട്ട് സാധ്യമാവും. അപ്പൊ എന്ത് ചെയ്താലും അതെല്ലാം അവനവന്റെ മനസ്സിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് മനസ്സിനൊരു തൃപ്തി ഉണ്ടായിട്ടില്ല. ഇത്രയൊക്കെ ചെയ്തിട്ടും മനസ്സിനൊരു തൃപ്തി ഇല്ല. അപ്പൊ പറയണു, ഹേ നാരദർഷേ, അത് ആ തൃപ്തി വരാത്തത് വേണ്ടവണ്ണം ചില കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ട്. എന്തും ചെയ്യുമ്പം വേണ്ടവണ്ണം ചെയ്യണമെന്നാണ്. എന്തെങ്കിലും ചെയ്താൽ പോരാ. ഏതൊരു കാര്യവും അതിന് ചെയ്യേണ്ട ഒരു രീതി ഉണ്ടായ രീതിക്ക് അനുസരിച്ച് വേണം ചെയ്യാൻ. ഇപ്പൊ നമുക്ക് യജ്ഞത്തെ തന്നെ ചിന്തിച്ചാൽ, ഒരു യജ്ഞത്തെ കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞാൽ ആദ്യം കാണേണ്ടത് ആരെയാണ്? ക്ഷേത്രത്തിലാണ് യജ്ഞം നടത്തുന്നതെങ്കിൽ ആദ്യം തന്ത്രിയെ പോയി കാണുന്നു. തന്ത്രിയെ കണ്ട് അദ്ദേഹത്തിന്റെ അനുഗ്രഹവും അനുവാദവും വാങ്ങണം. അദ്ദേഹത്തിന് വസ്ത്രവും ദക്ഷിണയും എല്ലാം കൊടുത്ത് അദ്ദേഹത്തിന്റെ അനുവാദവും അനുഗ്രഹവും വാങ്ങണം. അത് കഴിഞ്ഞാൽ വന്ന് അടുത്ത ഒരാളുണ്ട്, ക്ഷേത്രത്തിന്റെ മേൽശാന്തി ആരാന്ന് വെച്ചാൽ അദ്ദേഹത്തെ കാണണം. അദ്ദേഹത്തോട് അനുഗ്രഹം വാങ്ങണം, അനുവാദം വാങ്ങണം. അത് കഴിഞ്ഞ് നമ്മൾ ആരെയാണോ ഒരു ആചാര്യനായിട്ട് നിശ്ചയിക്കുന്നത് അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചാൽ, അദ്ദേഹത്തിന് ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ തന്നെ വിളിക്കണം, വേറെ ആരെയും വിളിക്കരുത്. നീ വിളിച്ചാൽ ഫോണിൽ കൂടെ വിളിച്ചാൽ മതിയോ? പോരാ, അദ്ദേഹം എവിടെ ഇരിക്കുന്നു അവിടെ ചെന്ന് ക്ഷണിക്കണം. അപ്പൊ നമ്മളതൊന്നും ചെയ്യാറില്ല. ഡേറ്റ് ഉണ്ടോ? ആലോചിച്ചിട്ട് പറയാൻ കേട്ടോ എന്ന് പറഞ്ഞേച്ചു. പിന്നെ ശരി, ഡേറ്റ് കുറിച്ചോ, കഴിഞ്ഞു. എല്ലാം ഓൺലൈൻ ആയ
ഇനിയുള്ള കാലം പ്രതീക്ഷിച്ചാൽ മതി. അത് കഴിഞ്ഞ് വേണം ഇവിടെ വരുമ്പോൾ ആചാര്യന്മാരെ സ്വീകരിച്ച് ആനയിച്ച് ശ്രേഷ്ഠമായ പീഠത്തിൽ കൈപിടിച്ചിരുത്തണം എന്നൊക്കെയാണ് വിധി. ഇപ്പൊ സ്വീകരിക്കണത് മുഴുവൻ ആനയാ. ആചാര്യന്മാരൊരു മൂലക്കിരിക്കും. വല്ല തെച്ചിക്കോട്ട് രാമേന്ദ്രനോ പാമ്പാടി രാജനോ ഒക്കെ വരാമെങ്കിൽ മേളത്തോടെ താലപ്പൊലിയോടെ വേണേ അവന്റെ മണ്ടയ്ക്ക് ഒരു വലിയ മാലയൊക്കെ ഇട്ട് അവനെ സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുവരും. ആചാര്യന്മാർ എവിടെയെങ്കിലും മൂലക്കിരിപ്പുണ്ടോ എന്ന് പോലും ചിലപ്പോൾ പലയിടത്തും ആരും അന്വേഷിക്കാറില്ല. വന്നെങ്കിൽ വന്ന് മാഹാത്മ്യം പറയാറാകുമ്പോ ആചാര്യം വന്നോ വന്ന് മാഹാത്മ്യം പറയണം കേട്ടോ എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ കൂടുതലും രീതി. കാരണം ഓരോ ഇതും അവർക്ക് അങ്ങനെ കൊടുക്കാറില്ല. എന്തോ ഒരു പട്ടിണി കിടന്നിട്ട് ഭാഗം എടുത്ത് കക്ഷത്തി വെച്ചുകൊണ്ട് വലിഞ്ഞു കയറി വന്നവരാണ് എന്ന ഭാവത്തിൽ പലയിടങ്ങളിലും ഇന്നത്തെ കാലത്ത് ആചാര്യന്മാർക്ക് ചിലപ്പോൾ ഞങ്ങളുടെ പോലുള്ളവർക്ക് കയ്യിലിരിപ്പ് കൊണ്ടുകൂടി ആവാം. ഇല്ലെന്ന് ഞാൻ പറയണം. മൊത്തം മറ്റുള്ളവരെ കുറ്റം പറയാൻ പറ്റില്ലോ. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുമ്പോഴല്ലേ മറ്റുള്ളവർ അതിന് തരത്തിലുള്ള ആദരവും ബഹുമാനവും തരുന്നത്. നമ്മളല്ലാതായി കഴിയുമ്പോൾ ആദരവും ബഹുമാനവും ഒന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പിന്നെ നേരത്തെ വന്നവരെ കണ്ടുകൊണ്ട് പിന്നെയും വരുന്നവരെ കണ്ട അത് വലിയ കുഴപ്പമാവുമെന്ന് മാത്രം. അത്രയേ ഉള്ളൂ. അപ്പൊ എന്തും വേണ്ടവണ്ണം ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ യജ്ഞം തുടങ്ങിക്കഴിഞ്ഞാൽ യജ്ഞത്തിന് വേണ്ടതായ വിധിപ്രകാരമുള്ള കാര്യങ്ങൾ പരമാവധി ചെയ്യണം. ഇപ്പൊ നമ്മൾ യജ്ഞം നടത്തുന്നതും വിധിപ്രകാരമൊന്നുമല്ല. ഒരു തരത്തിലും പൂർണ്ണമായ വിധിപ്രകാരമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ചെയ്യേണ്ടതൊന്നും അല്ല ചെയ്യേണ്ടതൊക്കെ വേണ്ടത് എല്ലാം നമ്മൾ ചെയ്ത് കൂട്ടുന്നുമുണ്ട്. ഇന്നിപ്പം യജ്ഞം മുഴുവൻ ഒരുമാതിരി കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടാനുള്ളതും ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായിട്ട് മാറ്റി അതിൻ്റെതായ കുഴപ്പങ്ങൾ അധപ്പതനങ്ങൾ ഉണ്ടാവുന്നുമുണ്ട്. അപ്പോൾ എന്തും വേണ്ടവണ്ണം ചെയ്യുക എന്നതാണ് പരമപ്രധാനം. അതുകൊണ്ട് ആ വേണ്ടവണ്ണം ചെയ്യുമ്പോഴാണ് അതിന് പൂർണ്ണതയുണ്ടാകുക. അതുകൊണ്ട് ലോകത്തിന് മുഴുവൻ നാഥനായി നിൽക്കുന്ന ആനന്ദമൂർത്തിയായിരിക്കുന്ന സാക്ഷാൽ നാരായണന്റെ കഥകളെ അങ്ങ് 17 പുരാണങ്ങളിലും അവിടെ ഇവിടെ കുറേശ്ശെയായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് പോരാ. ആ പരമാനന്ദമൂർത്തിയായിരിക്കുന്ന നാരായണന്റെ കഥകളെ ഭംഗിയാവണ്ണം സജ്ജനങ്ങൾക്ക് വേണ്ടി ലോക നന്മയ്ക്ക് വേണ്ടി അങ്ങൊന്ന് പൂർണ്ണമായിട്ടൊന്ന് എഴുതി വെക്കണം. അപ്പോൾ അങ്ങേക്ക് വേണ്ടതായ തൃപ്തി ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് 4 ശ്ലോകങ്ങൾ ഉരുവിട്ടു കൊടുത്തു. അതാണ് മൂലം ഭാഗവതത്തിൽ ചതുശ്ലോകി ഭാഗവതം എന്നറിയപ്പെടുന്നത്. ആ 4 ശ്ലോകങ്ങളെ ഭംഗിയായ രീതിയിൽ വിചിന്തനം ചെയ്ത് മനനം ചെയ്തുകൊണ്ട് പിന്നീട് അതിനെ വിപുലീകരിച്ച് 335 അധ്യായവും 12 സ്കന്ധങ്ങളും 18,000 ശ്ലോകങ്ങളുമായിട്ട് വിവരിച്ചതാണ് നമ്മൾ ഇന്ന് കാണുന്ന വ്യാസവിരചിതമായ ഭാഗവതം. അതിൻ്റെ മലയാള തർജ്ജമയാണ്. എങ്കിലും എഴുത്തച്ഛൻ്റെ ഒരു സ്വതന്ത്ര കൃതി എന്ന രീതിയിൽ കുറച്ച് ചേർത്തിട്ടുള്ളതാണ് നമ്മൾ പാരായണം ചെയ്യുന്ന ഈ പ്രദേശത്ത് ഈ മഹാഭാഗവതം കിളിപ്പാട്ട് എന്ന രീതിയിൽ നമ്മൾ ചെയ്യും. അപ്പൊ എന്തായാലും അങ്ങനെയുള്ള ഭാഗവതത്തെ പഠിച്ചത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ പറയണു വ്യാസന്റെ തന്നെ പുത്രനായിരിക്കുന്ന ശ്രീശുക ബ്രഹ്മർഷിയാണ് ആദ്യം പഠിച്ചത്. അപ്പൊ ചോദിച്ചു ശ്രീശുക ബ്രഹ്മർഷി എന്താ പഠിക്കാൻ? കാരണം അദ്ദേഹം പരമാനന്ദത്തിൽ ലയിച്ചു നടക്കുന്ന ഒരാളല്ലേ, പിന്നെ അദ്ദേഹം പഠിക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ പറഞ്ഞു ഏതു പരമാനന്ദത്തിൽ ലയിച്ചവനായാലും ശരി ഭഗവത് കഥകൾ ആർക്കും മടുക്കില്ല. എത്ര കേട്ടാലും ഭഗവാന്റെ കഥകളെ ചിലർക്ക് മടുക്കില്ല. ആർക്ക്? രസികന്മാരായിട്ടുള്ളവർക്ക്. ആരായി രസികന്മാര്? ഭാഗവതത്തോട് പ്രേമമുള്ളവർ, ഭഗവാനോട് പ്രേമമുള്ളവർക്ക് ഭഗവാന്റെ കഥകൾ മടുക്കില്ല. പിന്നെ ആർക്കാ മടുക്കുന്നതും കേൾക്കാൻ ഇഷ്ടമില്ലാത്തതും? രാക്ഷസന്മാർക്കും ശോഭജന്മാർക്കും അങ്ങനെയുള്ളവർക്ക് ഭഗവാന്റെ കഥ കേൾക്കാൻ വലിയ താല്പര്യം എന്നല്ല, അവർ കേൾക്കില്ല. എന്താ കാരണം? കേട്ടാൽ അവർക്ക് അസ്വസ്ഥത ഉണ്ടാവും. അസുരന്മാർക്കും രാക്ഷസന്മാർക്കും ഒക്കെ ഭഗവത് കഥകൾ കേട്ടാൽ അപ്പോ അവർക്ക് അസ്വസ്ഥത ഉണ്ടാവും. അവരെങ്ങനെങ്കിലും അത് ഇല്ലാതെയാക്കാൻ നോക്കും. മുന്നോട്ട് വരുമ്പോൾ നമുക്ക് കാണാം. സപ്തമസ്കന്ധത്തിൽ പ്രഹ്ലാദയൊക്കെ പറഞ്ഞോടെ നമുക്ക് കാണാൻ കഴിയും ഈശ്വര കഥകൾ കേട്ടാൽ എത്രമാത്രം കലിതുള്ളൂ എന്നുള്ളത്. ഇന്നുകൊണ്ട് അതുപോലെ ഹിരണ്യകശിപുകൾ ഇഷ്ടം പോലെ നമ്മുടെ നാടുകളിൽ. കാരണം ഭഗവത് കീർത്തനങ്ങൾ കേൾക്കുമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കേട്ട് കഴിയുമ്പോൾ കലി ഇളകുന്ന ആൾക്കാർ ഇന്നും നമ്മുടെ ഭൂമിയിലുണ്ട്. അപ്പൊ എന്തായാലും അത് ശ്രീശുക ബ്രഹ്മർഷിയാണ് പഠിച്ചത്. അതുകൊണ്ട് എത്രമാത്രം ആനന്ദത്തിൽ അനുഭവിക്കുന്നവരാണെങ്കിലും മുങ്ങിയവരായാലും ശരി ഭഗവാന്റെ കഥകള്
ആർക്കും നിഷിദ്ധമല്ല. ഈ ശ്രീശുക ബ്രഹ്മർഷി എന്ന് പറഞ്ഞാൽ ജന്മം കൊണ്ട് തന്നെ പരമമായ മുക്തിയിലേക്ക് വന്നവനാണ്. എന്താ കാരണം? അഗ്നിയിൽ നിന്ന് സ്ഫുടം ചെയ്ത് വന്നവനായതുകൊണ്ട് തന്നെ ശരീരത്തെ കുറിച്ച് യാതൊരുവിധ ബോധവും ഇല്ലാതെ വന്നവനാണ്. ശരിക്കും ശ്രീശുക ബ്രഹ്മർഷി നമ്മൾ ഭംഗിയായിട്ടൊന്ന് വിശകലനം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇത്രമാത്രം ശുദ്ധമായിട്ടുള്ള ഒരു വസ്തു ലോകത്ത് വേറെ ഇല്ല. അഗ്നി പോലെ ശുദ്ധനായവനാണ് ശ്രീശുകൻ. എങ്ങനെ സ്വർണത്തെ അഗ്നിയിലിട്ടുരുക്കി അതിലെ അഴുക്കുകളെല്ലാം കളയുന്നു, അതേപോലെ യാതൊരു വിധമായ അഴുക്കുമില്ലാതെ ഉദ്ഭവിച്ചവനാണ് ശ്രീശുകൻ. നമ്മളൊക്കെ ജനിച്ചു വന്നപ്പോ എന്തുണ്ടായിരുന്നു? അഴുക്കുണ്ടായിരുന്നു, ഇല്ലേ? അതിനെ തൂത്ത് തുടച്ചിട്ടാണ് നമ്മൾ മറ്റൊരാളുടെ കയ്യിലോട്ട് കൊടുത്തത്. ആ അഴുക്കോട് കൂടി കൊടുത്താൽ നമ്മളെ ആരും തൊടില്ല, അറയ്ക്കും. ശരിയല്ലേ? അന്ന് പുറത്ത് മാത്രമേ അഴുക്കുണ്ടായിരുന്നുള്ളൂ. ഇന്നോ അകത്തും പുറത്തും അഴുക്ക. പുറത്തുള്ളതിനേക്കാൾ കൂടുതൽ 4 ഇരട്ടിയാണ് അകത്ത് വേറെ അഴുക്ക് കിടക്കുന്നത്, അല്ലേ? അതുകൊണ്ട് യാതൊരുവിധമായ മലവും പറ്റാതെ വന്നവനാണ് ശുശ്രൂഷകൻ. ചോദിച്ചു, അതെന്താ കാര്യം? ഈ ഒരു മലവും പറ്റാതെ വരാൻ അമ്മ പ്രസവിച്ചതല്ലേ? സ്ത്രീ പ്രസവിച്ചതല്ലേ? അല്ല. പിന്നെയോ അത് അഗ്നിയിൽ നിന്ന് സ്ഫുടം ചെയ്തു. എന്താ അങ്ങനെ വരാൻ കാര്യം എന്നാ പറഞ്ഞു. പണ്ട് തന്റെ ആശ്രമത്തിൽ ഇങ്ങനെ ശ്രീശുക ബ്രഹ്മർഷി ഇരിക്കുമ്പോ, വേദവ്യാസമുനി ഇരിക്കുമ്പോ, അവിടെ ആശ്രമത്തിന്റെ അടുത്തൊരു മരത്തിൽ 2 പക്ഷികളെ തന്റെ കൊക്കുകളൊക്കെ ഒരുമിക്കൊണ്ട് തന്റെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ സന്തോഷിപ്പിക്കണത് കണ്ടു. അപ്പൊ ആലോചിച്ചു, ഈ പക്ഷിമൃഗാദികൾക്ക് ഇത്രയാണ് തന്റെ കുഞ്ഞുങ്ങളോട് വാത്സല്യം. കാരണം വിചിന്തനം ചെയ്യാനൊന്നും കഴിയാത്ത, ബോധമില്ലാത്ത മൃഗമാണ് പക്ഷിമൃഗം. പക്ഷേ എന്നിട്ട് പോലും ഈ കുഞ്ഞുങ്ങളോട് ഇത്രമാത്രം വാത്സല്യം തോന്നുന്നു എങ്കിൽ മനുഷ്യൻ എന്താണ്, എത്രമാത്രമായിരിക്കും തന്റെ സന്തതികളോടുള്ള വാത്സല്യം? തന്നെയല്ല, ഒരു മനുഷ്യജന്മം കിട്ടിയാൽ പുത്രപൗത്രാദികൾ തർപ്പണം ചെയ്തെങ്കിൽ മാത്രമേ പിതൃക്കൾ മുക്തരാവുന്നൊരു സങ്കല്പമുണ്ട്. അതുകൊണ്ട് പുത്രപൗത്രാദികൾ ഉണ്ടാവുക എന്നത് പരമപ്രധാനമാണ്. എന്ത് വേണം? അതിനൊരു വിവാഹം കഴിച്ചാലോ എന്ന് ആലോചിച്ചു. അങ്ങനെ വിവാഹം കഴിച്ചാലോ എന്ന് ആലോചിച്ചപ്പോഴാണ് മുൻപിൽ കൂടി ഘൃതാചി എന്ന് പറയുന്ന അപ്സര സ്ത്രീ മുൻപിൽ കൂടെ പോണത് കണ്ടു. ഇവളെ കല്യാണം കഴിക്കാം എന്ന് ആലോചിച്ചു. പക്ഷെ അപ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് ആലോചിച്ചു. വിവാഹം കഴിച്ചാൽ വലിയ പ്രശ്നമാണ്. കെട്ടിയവന്മാരോട് ചോദിക്കണം, കെട്ടിക്കഴിഞ്ഞപ്പോൾ അവസ്ഥ എന്താണ്, അല്ലേ? എന്താ വിവാഹം കഴിച്ചാലുള്ള കുഴപ്പം? കഴുതയെ പോലെ ചുവടെടുത്ത് ജീവിക്കേണ്ടി വരും. സ്വാതന്ത്ര്യം നഷ്ടപ്പെടും, ഇല്ലേ? ആണോ അല്ലേ? എന്നാ ഇതൊന്നും അല്ല പ്രശ്നം. ഗാർഹസ്ഥ്യധർമ്മം അനുഷ്ഠിച്ചു തുടങ്ങിയാൽ പ്രാകൃതന്മാരായ മനുഷ്യന് ആ ഗാർഹസ്ഥ്യത്തിൽ നിന്ന് കരകയറില്ല. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്ന് പറയുന്ന 4 ആശ്രമങ്ങൾ കടന്നു പോവേണ്ട ഒരു ജീവൻ ആ ഗാർഹസ്ഥ്യധർമ്മത്തിൽ മുഴുകിപ്പോയാൽ പിന്നെ അവിടുന്ന് കരകയറില്ല. അതുകൊണ്ടാണ് പന്നിയെ പോലെ പന്നി എങ്ങനെയാണോ ചളിക്കുണ്ടിൽ കിടക്കുന്നത്, അതേപോലെ ഗൃഹസ്ഥാശ്രമത്തിൽ കിടക്കുന്ന ഈ ജീവിതത്തെ ഇല്ലാതെയാക്കി തീർക്കും. ഏറ്റവും ശ്രേഷ്ഠമായ ജന്മമായ മനുഷ്യജന്മത്തെ കിട്ടിയിട്ടും ആ ചളിക്കുണ്ടിൽ കിടന്നവൻ ജീവിതം തീർക്കും. ആർക്ക്? പ്രാകൃതന്മാർ. നമ്മളൊക്കെ പ്രാകൃതന്മാരാണ്. അതുകൊണ്ടാണ് നമുക്കൊന്നും രക്ഷപ്പെടാൻ കഴിയാതെ വരുന്നത് ഈ ജീവിതത്തിൽ നിന്ന്. നമ്മളൊക്കെ ബ്രഹ്മചര്യവും വേണ്ടവണ്ണം അനുഷ്ഠിച്ചിട്ടില്ല, ഗാർഹസ്ഥ്യവും വേണ്ടവണ്ണം അനുഷ്ഠിക്കണില്ല. അതുകൊണ്ട് നമുക്ക് വാനപ്രസ്ഥവും ഇല്ല, സന്യാസവും ഇല്ല. ബ്രഹ്മചര്യ കാലത്ത് ഗുരുവിന്റെ അടുത്ത് നിന്ന് വേണ്ടതായ ശിക്ഷണം നേടി, ഈശ്വര ഭജനം നടത്തിക്കൊണ്ട് ഈശ്വര സാക്ഷാത്കാരം നേടി, ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കാനുള്ള ആ ഒരു കഴിവ് നേടിയെടുത്ത് കഴിഞ്ഞു വേണം ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കിടക്കാൻ. തന്റെ ജീവിത സാഹചര്യങ്ങൾക്ക് അനുസൃതമായ ഒരു പെണ്ണിനെ വേണം വിവാഹം കഴിച്ചു കൊണ്ടുവരാൻ. തന്റെ ജീവിത സാഹചര്യങ്ങളെ അറിഞ്ഞ് തന്നോടൊപ്പം, അതുകൊണ്ടാണ് സഹ ധർമ്മിണി എന്ന് പറയാൻ കാര്യം.
തൻ്റെ സാഹചര്യങ്ങളെ അറിഞ്ഞ് തന്നോടൊപ്പം ജീവിക്കുന്നവളായിരിക്കണം. ശിവപുരാണത്തിലെ കിടക്കുമ്പോൾ അവിടെ പാർവതി സ്വയംവരത്തിന് മുമ്പായിട്ട് പാർവതിയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് പരമേശ്വരൻ ഒരു 2 വാക്ക് പറയും. ഞാൻ യോഗിയായിരിക്കുമ്പോൾ നീ യോഗിനിയായിരിക്കണം, ഞാൻ ഗൃഹസ്ഥനായിരിക്കുമ്പോൾ നീ ഗൃഹസ്ഥയായിരിക്കണം. അവസ്ഥ അറിഞ്ഞു വേണം ഭാര്യ പെരുമാറാൻ അർത്ഥം. നമ്മളങ്ങനെയല്ലോ വന്നോ? നീ ചേട്ടൻ ഇച്ചിരി ഈശ്വരവിശ്വാസം ഇച്ചിരി ജപമൊക്കെ ഉള്ളവരുടെ ജപിക്കാൻ അങ്ങോട്ട് കയറുന്നത് 5 മിനിറ്റ് കഴിയുമ്പോൾ അവിടെ കിടന്ന് എന്തോ തുടങ്ങും? ഇങ്ങനെയുള്ള സ്വസ്ഥതയുടെ കളയും. അപ്പൊ ഇവിടെ ആ കാലികസ്ഥ ധർമ്മം പൂർണ്ണമാവുന്നത് എന്തുകൊണ്ടാ? ബ്രഹ്മചര്യം കൃത്യമായിട്ട് അനുഷ്ഠിക്കാത്തതുകൊണ്ട്. നമ്മളൊന്നും ബ്രഹ്മചര്യം കൃത്യമായിട്ട് അനുഷ്ഠിച്ചിട്ടവരല്ല. അതുകൊണ്ടാ ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാതിരിക്കുന്നവനല്ല. അത് മനസ്സിലാക്കി. വിവാഹം കഴിക്കാത്തതുകൊണ്ട് ബ്രഹ്മചാരി ആവില്ല, വിവാഹം കഴിച്ചവനും ബ്രഹ്മചാരിയാണ്. ശ്രീകൃഷ്ണ പരമാത്മാവ് 8 കെട്ടി 16,100 കൂടെ കൂട്ടി. ഇങ്ങനെ 16,108 16,008 പറയുന്നുണ്ട്. പക്ഷേ ഭഗവാനെ സ്മരിക്കണം എങ്ങനെയാ? നൈഷ്ഠിക ബ്രഹ്മചാരിനെ. ഇങ്ങനെ സാധ്യമാകുക? ഇത്ര എണ്ണം പെൺപെണ്ണുങ്ങൾ കൂടെ ഉണ്ടായിട്ടും ഭഗവാനെ നൈഷ്ഠിക ബ്രഹ്മചാരി എന്നാണ് പറയുന്നത്. ഇപ്പൊ വിവാഹം കഴിക്കലോ ഒന്നും അല്ല ബ്രഹ്മചര്യത്തോ, വിവാഹം കഴിക്കാതിരിക്കലും അല്ല. അപ്പൊ എന്തായാലും ഇവിടെ അതുകൊണ്ട് പറഞ്ഞു എന്ത് വേണം? പുത്രപൗത്രാദികൾ ഉണ്ടാവണം, പക്ഷെ അതിന് വിവാഹം കഴിക്കണം. പക്ഷേ ഈ ഗാർഹസ്ഥ്യ ധർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടുക അത്ര എളുപ്പമല്ല. എന്തുകൊണ്ട്? ഓരോന്നിനോടും മമത്വം ഉണ്ടാവും. ആ മമത്വം എന്ത് പറ്റും? ബന്ധനങ്ങളായിട്ട് മാറി ഇവിടെ നിന്ന് മുക്തമാവാൻ വയ്യാത്ത അവസ്ഥയിലേക്ക്. വിവാഹം കഴിക്കണത് വരെ ഒരാളോട് അടുപ്പം തോന്നും, വിവാഹം കഴിച്ചു കഴിയുമ്പോൾ മറ്റൊരാളോട് അടുപ്പം തോന്നും, അത് കഴിയുന്ന ഉടനെ മക്കളോട് അടുപ്പം തോന്നും, അത് കഴിയുമ്പോൾ കൊച്ചുമക്കളോട് അടുപ്പം തോന്നും. അങ്ങനെ ഓരോന്നിനോടുമുള്ള അറ്റാച്ച്മെന്റ് നമ്മുടെ ജീവിതത്തെ വല്ലാതെ കൊണ്ടുവന്ന് കുഴിയിൽ ചാടിക്കും. അല്ലേ? ഇപ്പോഴത്തെ അമ്മൂമ്മമാരുടെ അപ്പൂപ്പന്മാരുടെ ഏറ്റവും വലിയ പണി എന്താ? ആരെ നോക്കല? കൊച്ചുമക്കളെ നോട്ടോ. ഇപ്പോഴത്തെ നല്ല വിവാദത്തെ അമ്മൂമ്മമാരുടെ അപ്പൂപ്പന്മാരുടെയും പണി എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇറങ്ങിപ്പോകാൻ പറ്റുമോ? ഒരു വഴിക്കോട്ടും പോകില്ല. മക്കളെ വളർത്തി ചൊവ്വേന്നേരെ വിട്ടിട്ടുള്ള കാശും അവർക്ക് വേണ്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഇവിടുന്ന് കാണുമ്പോൾ പോയിരുന്നെങ്കിൽ രക്ഷപ്പെടത്തില്ലായിരുന്നോ? പോയോ? ആരില്ല. ഇല്ല. എന്താ കാരണം? മക്കളോടുള്ള സ്നേഹം. ഒരു 60-65 കഴിഞ്ഞ് ഇറങ്ങി പൊക്കോണ എവിടെങ്കിലും. സപ്താഹം കഴിയുമ്പോൾ 65 കഴിഞ്ഞാലൊക്കെ എങ്ങോട്ട് പൊക്കൊള്ളുക? കാശിക്ക് പൊക്കൊള്ളുക. പോയില്ലേ കുഴപ്പമാ. ചുവടെ കഴിയുമ്പോൾ മക്കൾ കുത്താൻ തുടങ്ങും. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടോ മൊബൈലില് ഒരു പ്രായം ചെന്നൊരമ്മ എല്ലിൻ്റെ അത്രയേ ഉള്ളൂ, ഒരു കമ്പിൻ്റെ അത്രയേ ഉള്ളൂ, അത്രമാത്രം വണ്ണം ശോഷിച്ചു. അമ്മയ്ക്ക് നല്ല പ്രായമായി. എന്തെല്ലാം നോക്കിയിട്ടും അമ്മ മരിക്കണില്ല. അതിന് മകൻ കുഴി കുത്തി ജീവനോടെ കുഴിക്കാത്തിട്ട് വെച്ചിട്ട് കാര്യമില്ല. ഇത് അനുഭവിക്കാതിരിക്കാനാണ് ഉത്തരവാദിത്വങ്ങൾ തീർത്ത് അപ്പോഴേ പോകും. ഞാൻ പറയും, ജോലിക്കാരൊക്കെ ആണെങ്കിൽ ഒരു 10-60 വയസ്സാകുമ്പോഴത്തെ റിട്ടയർമെന്റ് ആവും. സാമാന്യം ഒരുമാതിരി ഒരു 10-30 വയസ്സിലൊക്കെ കല്യാണം കഴിച്ചവരാണെങ്കിൽ ശരി, മക്കളുണ്ടെങ്കിൽ ഒരു 10-30 വയസ്സ് അല്ലെങ്കിൽ 25-28 വയസ്സൊക്കെ ആവും. ഇല്ലേ? ഇനി പോട്ടെ, അവർക്കൊരു പങ്കാളി ഒന്നും ആയില്ലെങ്കിൽ വേണമെങ്കിൽ ഒരെണ്ണത്തിനെ ഒന്ന് സംഘടിപ്പിച്ച് കൊടുത്ത് വെച്ച് ഉള്ള കാശ് എടുത്തുകൊണ്ട് 2 പേരുടെ പൊക്കണം കൂടെ വരവുകയും. ഇവിടെ സ്വസ്ഥത തരാത്താണെങ്കിൽ ഒരു കാരണവശാലും കൊണ്ടുപോകരുത് കൂടെ, കാരണം അവിടെ സ്വസ്ഥത കൊടുത്തില്ല. വലിയ കുഴപ്പമില്ലാത്താണെങ്കിൽ കൂടെ കൂട്ടിക്കണം, വരുമെങ്കിൽ കൂടെ കൂട്ടിക്കണം, പൊക്കോണം വിടുന്ന. ഇത്രയും കാലവും മാറ്റിവെച്ച സർവ്വ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് അവസാനം വിശ്വനാഥന്റെ മടിയിൽ ചെന്ന് കിടന്നോളുക. ജീവിതം അവിടെ തീർത്തോളുക. ഒരിക്കലും മക്കൾക്കോ മരുമക്കൾക്കോ കൊച്ചുമക്കൾക്കോ അടിമപ്പെട്ട് ജീവിക്കാനുള്ള ഗതികേടുണ്ടാക്കി വെക്കാതെ ഇരിക്കുക. അങ്ങനെ വെച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തല്ല 10 ജന്മത്തിലും രക്ഷപ്പെടാൻ സാധ്യമാവില്ല.
അതുകൊണ്ട് ഈ ഉള്ളവൻ പറയാറുണ്ട്, മരിക്കാൻ സമയമാകുമ്പോൾ മക്കളെ കാണണം, അപ്പൂപ്പനെ കാണണം, അമ്മൂമ്മയെ കാണണം, ബന്ധുക്കളെ കാണണം, സ്വന്തക്കാരെ കാണണമെന്ന് പ്രാർത്ഥിക്കരുത്. ഭഗവാനോട് പ്രാർത്ഥിച്ചോണം, ഹേ നാരായണ, ഒരെണ്ണത്തിനെയും കണ്ട് ചാവാനുള്ള ഗതി ഉണ്ടാവല്ലേ എന്ന് പ്രാർത്ഥിച്ചോണം. തമാശ പറഞ്ഞല്ല. മക്കളെയോ ബന്ധുക്കാരെയോ സ്വന്തക്കാരെയോ ഒന്നിനെയും കണ്ട് മരിക്കാൻ ഇടവരരുതേ എന്ന് പ്രാർത്ഥിച്ചോളുക. കാരണം ഇതിനെയൊക്കെ കണ്ട് മരിക്കേണ്ടി വന്നാൽ ഇപ്പൊ കിട്ടിയതിനേക്കാൾ കഷ്ടപ്പെട്ട ജന്മമായിരിക്കും അടുത്ത ജന്മം. എന്തായാലും വരുമെന്നുള്ളത് ഉറപ്പാണ്. ഇവിടെ കൊണ്ട് രക്ഷപ്പെടാമെന്ന് ആരും വിചാരിക്കണ്ട. ഇനിയും വരും. എന്താ കാരണം? അതിന് തക്കതായിട്ടുള്ളത് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇല്ലേ? ഉണ്ടാവില്ലയോ? പിന്നെ ഒരു 3-4 വരെ കൂടെ നമ്മൾ വരേണ്ടി വരും. ഞാൻ ഇതൊന്നും ആയിട്ടില്ല. അപ്പോ പിന്നെ ആരെ കണ്ട് മരിക്കണം? സാക്ഷാൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ടും ആ രൂപത്തെ കണ്ടുകൊണ്ടും ഈ ജന്മത്തിൽ നിന്ന്, ഈ ശരീരത്തിൽ നിന്ന് ഈ ജീവൻ വിട്ടുപോവാനുള്ള ഉപാധിയെ കണ്ടെത്തി വെച്ചോളൂ. ഞാൻ പറയാണ്ട് കിടക്കുന്ന മുറിയിൽ ആരുടെയെങ്കിലും ഒരു ഫോട്ടോ നോക്കിക്കണം. ഭഗവാന്റെയോ ഭഗവതിയുടെയോ ആരെയാ ഇഷ്ടമൂർത്തി എന്ന് വെച്ചാൽ അവരുടെ ഒരു ഫോട്ടോ നോക്കണം. യോ സ്വാമി, കിടക്കുന്ന മുറിയിലൊക്കെ നോക്കാം, കുഴപ്പം തന്നെ ഉണ്ടാവില്ല. ഒരു കുഴപ്പവും ഉണ്ടാവില്ല. എന്താ കാരണം? അവർക്കറിയാത്തതോ അവരില്ലാത്തതോ ആയ ഒരിടം ഈ ലോകത്ത് ഇല്ല. ഉണ്ടോ? പ്രപഞ്ചം മുഴുവൻ വിലയം പ്രാപിച്ചു നിൽക്കുന്ന ഈശ്വരൻ എവിടാ ഇല്ലാത്ത? നമ്മൾ ചെയ്യണതും കാണിക്കുന്നതും പറയണതും ചിന്തിക്കണതും പോലും ആരറിയുന്നുണ്ട്? ആ ഭഗവത് സ്വരൂപം പറയുന്നത്. പിന്നെന്താ കിടക്കുന്ന മുറിയിൽ ഒരു ഫോട്ടോ ഇട്ടാനുള്ള കുഴപ്പം? വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. രാവിലെ കണ്ണു തുറന്ന് നോക്കുമ്പോ അതിനെ കാണാൻ നോക്കിക്കൊള്ളുക. കാരണം അങ്ങനെ കണ്ണു തുറന്ന് നോക്കുന്ന നേരത്തെ ആ ജീവൻ പോകുന്നതിൽ ആരുടെ രൂപം കണ്ടുകൊണ്ട് പോകാം? ഭഗവാന്റെ രൂപം കണ്ടുകൊണ്ട് പോകാം. നമുക്ക് ചില ഈ അന്ധമായ ചില ധാരണകളുണ്ട്, മിഥ്യാധാരണകളുണ്ട്. അങ്ങനെ ചെയ്തുകൂടാ, ഇങ്ങനെ ചെയ്തുകൂടാ, അങ്ങോട്ട് തിരിഞ്ഞാൽ കുഴപ്പം, ഇങ്ങോട്ട് തിരിഞ്ഞാൽ കുഴപ്പം, ചില മിഥ്യാധാരണകളുണ്ട്. അന്ധവിശ്വാസമൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ ചില മിഥ്യാധാരണകൾ നമ്മളെ പറഞ്ഞു ഭയപ്പെടുത്തി എവിടെയൊക്കെയോ കൊണ്ട് കുഴി ചാടിച്ചിട്ടുള്ള കുറയുന്നുണ്ട്. കിടക്കണ മുറിയിൽ ഭഗവാന്റെ രൂപങ്ങളൊന്നും വെച്ചുകൂടാ, ഇതിലെ ഫോട്ടോ ഒന്നും തൂക്കിക്കൂടാ. ഭഗവാൻ ശുദ്ധിയുള്ളിടത്ത്, ഭഗവാൻ അവിടെ ശുദ്ധിയാശുദ്ധി സർവത്തിലും നിറഞ്ഞിരിക്കുന്ന ഭഗവാന് ശുദ്ധിയാശുദ്ധി ഉണ്ടോ? നമ്മൾ കൊടുക്കുന്നതാണ് ശുദ്ധിയാശുദ്ധി. ഇപ്പൊ ഇവിടെ ശുദ്ധിയാശുദ്ധി നോക്കുന്നുണ്ട്. എന്താ കാരണം? അതൊരു ക്ഷേത്രം പണിഞ്ഞ് അതിനകത്ത് ഒരു പ്രതിഷ്ഠ വെച്ചിട്ട് ആ വെച്ചിരിക്കുന്ന ആള് ശുദ്ധി അശുദ്ധികൾ പറഞ്ഞിട്ടുണ്ടോ? ശുദ്ധിയാശുദ്ധി. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഭഗവാനിൽ നിന്ന് ശുദ്ധിയാശുദ്ധി ഉണ്ടോ? ഇതുപോലുള്ള അന്ധമായ, അതുകൊണ്ട് നമ്മുടെ മുറിയിൽ ഒരു ഭഗവാന്റെ രൂപം തൂക്കിയെന്ന് വെച്ചാൽ ഭഗവാനൊരു അശുദ്ധി ഉണ്ടാവാൻ പോണില്ല. ശുദ്ധിയുള്ളവനല്ലേ അശുദ്ധിയുള്ളൂ. ഇത് രണ്ടുമില്ലാത്തവൻ എന്ത് ശുദ്ധിയാശുദ്ധി? ചരത്തിലും അചരത്തിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തിന് എന്തെന്ന് ശുദ്ധിയാശുദ്ധി? അതുകൊണ്ട് ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങളൊക്കെ മാറ്റി വെക്കണം. ഞാൻ പറയണേ, എപ്പോഴും കിടക്കണ മുറിയിൽ ഏതെങ്കിലും നമുക്ക് ഇഷ്ടമൂർത്തി ഏതാണ്, ആ ഇഷ്ടമൂർത്തിയുടെ രൂപം തൂക്കിയിട്ടോണം. ഉറങ്ങാൻ കിടക്കുമ്പോൾ അത് കണ്ടെന്ന് നെഞ്ചത്തിൽ. കാരണം നമുക്ക് കണ്ണടച്ച ഉള്ളിൽ കാണുന്ന ഇരുട്ടേ ഉള്ളൂ, ദേവതാരൂപമൊന്നും കാണാൻ നമുക്കില്ല. ഉണ്ടോ? നമ്മൾ കണ്ണടച്ച് വിളിച്ചാലൊന്നും നമുക്കുള്ളിൽ രൂപത്തെ കാണാനുള്ള തക്കതായ പ്രാപ്തിയൊന്നും നമുക്ക് ആയിട്ടില്ലാത്തതുകൊണ്ട് ഉറങ്ങാൻ നേരം ആ രൂപത്തെ കണ്ട് എന്റെ നാരായണന്നോ അല്ലെ എന്റെ ഭഗവതിന്നോ വിളിച്ചൊന്ന് കൈതൊഴുതുകൊണ്ട് കിടന്ന്, കാരണം രാവിലെ എഴുന്നേക്കുമെന്ന് അറിയത്തില്ല. ഉണ്ടോ? കിടന്നാൽ രാവിലെ എഴുന്നേക്കുന്നതിന്റെ ഗ്യാരണ്ടി ഉണ്ടോ? ഇല്ല. ആ കിടക്കുന്ന നേരത്ത് ആ രൂപത്തെ ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് ആ കണ്ണുകൊണ്ടൊന്ന് കണ്ട് രൂപത്തെ ഒന്ന് ധ്യാനിച്ച് കിടന്ന് ആണ് ജീവൻ പോണതെങ്കിലും രക്ഷപ്പെട്ടു. വെറുതെ കിട്ടിയ ജന്മമല്ല ഇത്. ഒരുപാട് ശ്രമത്തിന്റെ ഫലമായി കിട്ടിയ ജന്മമായത്. പക്ഷെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വേണ്ടാതീനം മാത്രമേ കാണിക്കുന്നുള്ളതേ ഉള്ളൂ. അത് മായ കൊണ്ടാണ് എന്ന് പറയുന്നു. ഭഗവാന്റെ മായയാണ് നമ്മെ ബാധിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തു പോകണമെന്ന.
പക്ഷെ ആ മായയിൽ നിന്ന് നിഴല് പോലെ കൂടെ നിൽക്കുന്ന മായ, നിഴല് സത്യമാണെന്ന് വിചാരിക്കുന്നത് പോലെയാണ് നാം ഈ കാണുന്നതൊക്കെ സത്യമാണെന്ന് വിചാരിക്കുന്നത്. അത് മായയുടെ സ്വരൂപമാണ്. ഇപ്പൊ എന്തായാലും അവിടെ അതുകൊണ്ട് ആ ഗാർഹസ്ഥ്യ ധർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാതെ വന്നാൽ വീണ്ടും ജന്മമെടുക്കേണ്ടി വരും. അതുകൊണ്ട് വിവാഹം കഴിച്ചാൽ അത് ബുദ്ധിമുട്ടാകും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഘൃതാജി വിചാരിച്ചു തന്നെ ഇനി വ്യാസർഷികൾ ശപിക്കോ വല്ലോ ചെയ്താലോ എന്ന് ആലോചിച്ചിട്ടൊരു തത്തയുടെ രൂപം ധരിച്ച് ഒരു മരക്കൊമ്പിൽ കയറിയിരുന്നതാണ്. അങ്ങനെ കണ്ടിരുന്നിരുന്നിരുന്ന് ഹോമത്തിന് അഗ്നി ജ്വലിപ്പിക്കാൻ വേണ്ടി അരണി കടഞ്ഞുകൊണ്ടിരുന്ന വ്യാസന് സ്ഖലനമുണ്ടായി. ആ വീര്യം ഈ അരണിയിൽ വീണ് അതിനോട് അറിയാതെ അതിനോട് ചേർത്ത് വെച്ച് കടഞ്ഞെടുത്തപ്പോ അഗ്നിയോട് ചേർന്ന വീര്യം അഗ്നിയിൽ നിന്നൊരു രൂപത്തെ സൃഷ്ടിച്ചതാണ് ശിവൻ. അതുകൊണ്ടാണ് ജന്മം കൊണ്ട് തന്നെ 16 വയസ്സുകാരനായി നിൽക്കുകയും ജഡബോധമില്ലാതെ ദിഗംബരനായിട്ടിരിക്കുകയും ഒക്കെ ചെയ്യാനുള്ള കാരണം അഗ്നിയിൽ നിന്ന് വന്നതായതുകൊണ്ട്, സ്ഫുടം ചെയ്ത് വന്നതായതുകൊണ്ട് അവിടെ ഒന്നിനെ കുറിച്ചും യാതൊരു വിധമായ ചിന്തയും ഇല്ല. പോയി തഴുതവരുടെ ചൊല്ലിട്ട് വന്നോളൂ. നീ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് സങ്കടപ്പെട്ടിരിക്കേണ്ട. നമുക്ക് എവിടെയെങ്കിലും ഒരു മണിയടി കേട്ടാ ഓടാം, ഓടിക്കോ, പോയി ചൊല്ലിട്ടോ ചെല്ലേ അത് കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ പറഞ്ഞു. എളുപ്പം വരണമെന്ന് മാത്രം, അധികം സമയം എടുക്കരുത്. ഇറങ്ങാൻ പോകാൻ അപ്പോൾ എല്ലാവരും അതിനെ ഇങ്ങോട്ട് നീങ്ങത്തില്ലേ? എന്നാൽ പിന്നെ പ്രഭാഷണം നിർത്താം. മണി 12:30 നിർത്തി വെച്ച് വേണമെങ്കിൽ അവരെ ഇനി അത് പോയി എഴുതട്ടെ. അപ്പം ഇത് പറഞ്ഞ് ഫിനിഷ് ചെയ്ത് നിർത്താം. അപ്പോ അതുകൊണ്ട് അങ്ങനെയുള്ള ശ്രീശുഖ ബ്രഹ്മർഷിയാണ് ഭാഗവതത്തെ പഠിച്ചതെന്ന് ഓർക്കണം. ആ ശ്രീശുഖ ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിന് ഭാഗവതത്തെ ഉപദേശിച്ചു കൊടുത്തതാണ്. അതിന് കാരണമായി പറയുന്നത് പരീക്ഷിത് മഹാരാജാവിന് ഒരു ശാപമുണ്ടായി എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. അത് നമുക്ക് വൈകുന്നേരം നോക്കാം. കാരണം ഇനിയിപ്പോൾ അവിടെ ഒരു തളിച്ചുകൂടെയൊക്കെയാണ്. അപ്പൊ അവിടെ മണിയടി കേൾക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോകും. ഞാൻ വഴക്ക് പറഞ്ഞിവിടെ പിടിച്ചിരുത്തിയാൽ എന്നെ പ്രാഗിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് 2 കൂട്ടർക്കും ബുദ്ധിമുട്ടാവും. അതെനിക്കൊന്ന് വർഷത്തിലൊരിക്കലേ ഉള്ളൂ തോന്നുന്നു, അല്ലേ? അല്ല, എല്ലാ മാസവും ഉണ്ട്, എല്ലാ ഇന്ത്യത്തിനുണ്ട്. എന്നാലും നമുക്ക് അങ്ങനെയുള്ളത് കാര്യം നമുക്ക് പോയില്ലേ വലിയ സങ്കടമാണ്. അതുകൊണ്ട് അതില്ലാതാക്കണ്ട. ഞാനായിട്ടൊന്നിട്ട് ബുദ്ധിമുട്ടിക്കത്തില്ല. കാരണം ആരുടെയും ഈ ഓരോരുത്തർക്ക് ഓരോ തൃപ്തി മനസ്സിലുണ്ടാവണത് ഓരോന്ന് കാണുമ്പോഴും എന്നെ കണ്ടോണ്ടിരുന്ന തൃപ്തി കിട്ടുന്നവരുണ്ട്, കണ്ടോണ്ടിരുന്ന ഉള്ള തൃപ്തി കൂടെ പോകുന്നവരുമുണ്ട്, അല്ലേ? അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ശ്രദ്ധയോടുകൂടിയാണോ കേട്ടിരിക്കുന്നത് ചോദിച്ചാൽ പലരുടെയും നോട്ടവും ചിന്തയും അവിടെയായിരുന്നു. നീ അവിടെ കാണുന്ന നാളെ തുറക്കുമ്പോൾ വിടുമോ, വിട്ടില്ല, എന്തോ ചെയ്യും എന്നൊക്കെ ആലോചിച്ചതുകൊണ്ടാണ് ഞാൻ പറഞ്ഞപ്പോൾ തൊഴുതിട്ട് പോരാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അതിന് വൈകുന്നേരം ആരെങ്കിലും ഉണ്ടെങ്കിൽ അന്നേരം നമുക്ക് നോക്കാം. അപ്പൊ ഇനിയിപ്പോ തളിച്ചുകൂടെ ഉണ്ട് അവിടെ. അപ്പൊ അതൊന്ന് കണ്ട് തൊഴുതോളുക എല്ലാവരും കൂടി. അപ്പൊ അതെല്ലാം നടക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് അത് പോയി കണ്ട് തൊഴുത് നീ നാഗദേവ കൊണ്ട് അനുഗ്രഹം കാണിച്ച് ഭൂമി ദോഷവും സന്തതികളുടെ ദോഷവും ഒക്കെ മാറ്റി മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചോളുക.